ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്നു. ഇസ്രായേൽ നഗരമായ ഹൈഫയിൽ വൻ ആക്രമണം അഴിച്ചുവിട്ട് ഇറാനിയൻ ആക്രമണത്തിൽ ഒരു ഡീസൈലൈനേഷൻ പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചതായി കുവൈറ്റ്. മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം. ഇസ്രായേൽ നഗരമായ ഹൈഫയിൽ ഇറാൻ വൻ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. കഴിഞ്ഞ ദിവസം വടക്കൻ ഇസ്രായേലി നഗരമായ ഹൈഫയിൽ ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ എണ്ണ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആക്രമണം നെതന്യാഹു സർക്കാരിനെ വളരെയധികം ആശങ്കയിലും ആഴ്ത്തിയിട്ടുണ്ട്. ഹൈഫയിലും കിരിയത്തട്ടയിലും മിസൈലുകൾ പതിച്ചപ്പോൾ 79 വയസ്സുള്ള ഒരാൾക്ക് പരിക്കേറ്റതായി ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. 6 പേർക്ക് പരിക്കേറ്റതായും സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ എറിയപ്പെട്ട കല്ലുകൾ മറ്റൊരാൾക്ക് പരിക്കേറ്റതായും ഇസ്രായേലി മെഡിക്കൽ വൃത്തങ്ങളും പറയുന്നുണ്ട്. ഇറാന്റെ ഈ ആക്രമണത്തിന് മുമ്പ് തന്നെ ലെബനൻ ആസ്ഥാനമായുള്ള ഇറാനിയൻ പ്രോക്സി ഗ്രൂപ്പായ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് 15 റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത്. ഇതവിടെ സൈറണുകൾ മുഴക്കാനും കാരണമായിരുന്നു. അതേസമയം ഇറാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ വിവിധയിടങ്ങളിലായി ചെന്ന് പതിക്കുകയാണ്. ഇറാനിയൻ ആക്രമണത്തിൽ ഒരു ഡിസ്ലൈനേഷൻ പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചതായി കുവൈത്തും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ നടന്ന ഡ്രോൺ ആക്രമണത്തെ തുടർന്നായിരുന്നു ആക്രമണം. കുവൈത്തിന്റെ കുടിവെള്ളത്തിന്റെ 90% ഈ ഡിസ്ലൈനേഷൻ വഴിയാണ് നൽകുന്നത്. ഇറാനിലെ ശേഷിക്കുന്ന ഉപ്പുവെള്ള നിർമ്മാർജ്ജന പ്ലാന്റുകൾ ബോംബിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തി ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത്. കഴിഞ്ഞ മാസം ഇറാനിലെ ഒരു ഉപ്പുവെള്ള നിർമ്മാർജ്ജന പ്ലാന്റും അമേരിക്ക ആക്രമിച്ചിരുന്നു. UAE വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകളും ഡ്രോണുകളും നിർവീര്യമാക്കുന്നുണ്ടെന്ന് UAE പ്രതിരോധ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാനിൽ നിന്ന് അതിശക്തമായ വ്യോമാക്രമണമാണ് നടക്കുന്നത്. അബുദാബിയിലെ അജ്വാനിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 5 ഇന്ത്യക്കാർക്കടക്കം 12 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.